പ്രധാനമായി ഇന്ന് ഈ സെഷൻ്റെ ഓപ്പൺ സെഷൻ്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്നത് ഇന്ത്യയിലെ ഏറെ പ്രശസ്തനായ കുൽദീപ് നയ്യാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ദേഹാസ്വാസ്ഥ്യം കാരണം ഇന്നത്തെ ദിവസം മാറ്റി 21-ന് മീഡിയ സെഷൻ പങ്കെടുക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു. ടിക്കറ്റ് റെഡിയാണ് എന്ന് പ്രത്യേകം മാധ്യമപ്രവർത്തകരെ കൂടി പ്രത്യേകം അറിയിക്കുകയാണ്. ഇനി മുഖ്യപ്രഭാഷണമാണ്. സംഘടനയുടെ പ്രാരംഭഘട്ടം മുതൽ തൻ്റെ ജിഹ കൊണ്ടും അതോടൊപ്പം തന്നെ കർമ്മവൈഭവം കൊണ്ടും ഈ പ്രസ്ഥാനത്തിന് തുണയേകിയ അഭിനന്ദനായ അബ്ദുസ്സമദ് സമദാനി സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ജാഇലിൽ ലൗഹി വൽ ഖലം വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമൽ മബ്ഊസ് ഇലാ കാഫത്തിൽ ഉമം വഅലാ ആലിഹി വഅസ്ഹാബിഹി അഹ്ലിൽ ജൂദി വൽ കറം. ചരിത്രപ്രധാനമാകാനിരിക്കുന്ന ഐതിഹാസികമായിട്ടുള്ള SKSSFൻ്റെ കാൽനൂറ്റാണ്ട് കാലത്തെ പ്രവർത്തന ഗതകാലത്തേക്ക് തിരിഞ്ഞു നോക്കുന്ന സന്ദർഭം കൂടിയായിട്ടുള്ള ഈ മഹാസംഗമത്തിൽ ആധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയനായ കോട്ടുമല ബാപ്പു മുസ്ലിയാർ അവർകളെ, ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു നൽകിയിട്ടുള്ള നമ്മുടെ ഏവരുടെയും അഭിവന്യ നേതാവായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, ഈ സംഘടനയുടെ ചുക്കാൻ പിടിച്ച് അതിന് വളരെ പ്രാപ്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹനിധിയായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, ആദരണീയനായ പണ്ഡിതവര്യനായ നമുക്കൊക്കെ അഭിമാനമായ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ അവർകളെ, വളരെ ബഹുമാനപ്പെട്ട ഉസ്താദ് MM മുഹീദ്ദീൻ മൗലവി അവർകളെ, ബഹുമാനപ്പെട്ട SMK തങ്ങൾ, ബഹുമാനപ്പെട്ട ഉസ്താദ് ഹൈദർ മുസ്ലിയാർ, ബഹുമാന്യനായ മുഹമ്മദ് ഫൈസി, പ്രിയപ്പെട്ട ഖാസിമി സാഹിബ്, ബഹുമാനപ്പെട്ട മുഹമ്മദ് റഫി, അഭിവന്യ സുഹൃത്ത് അബ്ദുസ്സമദ് സാഹിബ് പൂക്കോട്ടൂർ, ബഹുമാന്യ സ്നേഹിതൻ മോയിൻകുട്ടി മാസ്റ്റർ, SKSSFൻ്റെ കഴിഞ്ഞുപോയ ദിനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വേദിയിലുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, അബ്ദുൽ നാസർ ഫൈസി കൂടത്തായി, മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, പ്രിയ സ്നേഹിതൻ ബുസ്താനി, പ്രിയപ്പെട്ട ഷാഹുൽ ഹമീദ് മേൽമുറി, പ്രിയപ്പെട്ട SV, ബഹുമാനപ്പെട്ട ജബ്ബാർ സാഹിബ്, അപ്രകാരം SKSSFൻ്റെ പഴയകാല നേതാക്കളിൽപ്പെടുന്ന പ്രിയപ്പെട്ട തയ്യിബ് ഫൈസി, വേദിയിലെന്നല്ല സദസ്സിലേക്ക് നോക്കുമ്പോഴും പേരെടുത്ത് പറഞ്ഞ് അഭിസംബോധന ചെയ്യേണ്ട മുഖങ്ങളെയാണ് പല മുഖങ്ങളെയും കാണുന്നത്. ഞാനതിന് മുതിരുന്നില്ല. വേദിക്കും സദസ്സിനും എൻ്റെ ബഹുമാനം അറിയിച്ചു കൊള്ളട്ടെ. അതുപ്രകാരം പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരായ സഹപ്രവർത്തകരെ എന്ന് പത്രക്കാരോട് പറയുന്നത്, ഞാനും കുറച്ചാലൊരു പത്രക്കാരനായിരുന്നു, അതുകൊണ്ട് വെറുതെ പറയല്ല.
അതും CH മുഹമ്മദ് കോയ സാഹിബ് ചീഫ് എഡിറ്ററായിരിക്കെ അദ്ദേഹത്തിന് കീഴിലാണ് ഞാൻ പത്രപ്രവർത്തനം നടത്തിയത്. അത് ഓർക്കുമ്പോൾ തന്നെ അഭിമാനമാണ്. MA കഴിഞ്ഞ് ഞാൻ ആദ്യം ചെയ്ത പണി ഒരു പത്രക്കാരനാവുക എന്നതാണ്. അതൊരാൾക്ക് തുറന്നിടുന്ന ജാലകങ്ങൾ, അതൊരാൾക്ക് പകർന്നേകുന്ന അനുഭവങ്ങൾ വളരെ വിശാലമാണ്. അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ എല്ലാ അർത്ഥത്തിലും എൻ്റെ സഹപ്രവർത്തകരാണ്. സഹപ്രവർത്തകരായ മാധ്യമപ്രവർത്തക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ഈ സംഘടനയുടെ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, പഴയ ഒരാളെ സദസ്സിൽ കണ്ടിരുന്നു, അഷ്റഫ് ഫൈസി, പഴയ SKSSFൻ്റെ ഇപ്പോഴത്തെ സുബൈർ ഹുദവി അടക്കം ഇവിടെ വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യരെ, നാട്ടിക മുഹമ്മദ് അലി, ഫരീദ് സാഹിബ്, ഇതൊക്കെ പഴയ സലീം, വലിയ ഒരു നിര തന്നെ വേദി എന്ന പോലെ സദസ്സിലുമുണ്ട്. ബഹുമാനപൂർവം എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ. ഈ ഉദ്ഘാടന സമ്മേളനം വൈകിപ്പോയിട്ടുണ്ട്. എനിക്ക് വളരെ ഔദാര്യപൂർവ്വം അരമണിക്കൂറാണ് സംസാരിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. അത് വലിയ ഔദാര്യമാണ്. കാരണം കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല എന്നാണ് അധ്യക്ഷൻ വിചാരിച്ചത്. കണ്ടിട്ടില്ലെങ്കിൽ കൂടുകയുള്ളൂ, കുറയില്ല. ഏതായിരുന്നാലും ഞാൻ അതിനകത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ എനിക്കങ്ങനെ ഒരു അരമണിക്കൂർ അനുവദിച്ച് നൽകുമ്പോൾ SKSSFലെ എൻ്റെ സഹപ്രവർത്തകർക്ക് എൻ്റെ മേലുള്ള ചില അധികാരങ്ങളും പ്രതീക്ഷകളും അവരതിൽ അർപ്പിച്ചതുകൊണ്ടാണ് ഇത്രയും സമയബന്ധിതമായ ഒരു ഉദ്ഘാടന സമ്മേളനത്തിൽ ഇത്രയേറെ സമയം എനിക്ക് അനുവദിച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കാനുള്ള ഔചിത്യബോധം എനിക്കുണ്ട്. അത് ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ ചരിത്ര മുഹൂർത്തത്തിൽ വളരെ വലിയ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ സംഘടനയുടെ വളർച്ച, ആ വളർച്ചയിലേക്ക് നമ്മളൊക്കെ തിരിഞ്ഞു നോക്കുന്ന ഒരു സന്ദർഭമാണിത്. ഉസ്താദ് ബാപ്പു മുസ്ലിയാർ അവർകൾ അധ്യക്ഷ പ്രസംഗത്തിലും അതിനു മുമ്പ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകൾ ഉദ്ഘാടന പ്രസംഗത്തിലും വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ ഇൻഷാ അല്ലാഹ് ഇവിടെ ക്യാമ്പ് ആരംഭിക്കുകയാണ്. ഇന്ന് തന്നെ ഇത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ക്യാമ്പിൻ്റെ സ്വഭാവത്തിലേക്ക്. സമർക്കന്ത്, ആ പേര് തന്നെ വളരെ, ആ ഒരൊറ്റ വാക്കിൽ തന്നെ ഒരു നക്ഷത്രം പോലെ തിളങ്ങുന്ന ഒരു വാക്കാണത്. ചരിത്രത്തിൻ്റെ ഒരു നക്ഷത്രം, ചരിത്രത്തിലെ ഒരു നക്ഷത്രം. വലിയ പാരമ്പര്യത്തിൻ്റെ, വിജ്ഞാനത്തിൻ്റെ ഒക്കെ ഗൃഹാതുരത്വമുണർത്തുന്ന സ്മരണകളുമായിട്ട് ബന്ധപ്പെട്ട നാമധേയമാണ് സമർക്കന്ത്, ബുഖാറ എന്നൊക്കെ പറയുന്നത്. ആ പ്രദേശങ്ങളിലാണ് ഒരു കാലത്ത് ഏറ്റവും വലിയ സംസ്കാരത്തിൻ്റെ ഗോപുരങ്ങൾ, വെളിച്ചത്തിൻ്റെ മഹാഗോപുരങ്ങൾ ഉയർന്നു നിന്നത്. ആ പ്രദേശങ്ങൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ വളർച്ചയിൽ അറബ് നാടുകൾ വഹിച്ച പോലെ ഉള്ള പങ്ക് പരിശുദ്ധ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ കാലശേഷം മറ്റു പ്രദേശങ്ങൾ, അറബിയിൽ പറയുന്ന അജം, അറബികളും അനറബികളും എന്ന് പറയാറുണ്ട്. ഈ അറബി പ്രദേശങ്ങൾക്ക് ശേഷമുള്ള അജം പ്രദേശങ്ങൾ വഹിച്ചതിൻ്റെ ഒരു അടയാളം കൂടിയാണ് സമർക്കന്ത് എന്ന് പറയുന്നത്. അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാ അടക്കം എത്രയോ മഹത്തുക്കൾക്ക്, ഇമാം മുസ്ലിം അടക്കം മഹത്തുക്കൾക്ക് ജന്മം നൽകിയ, അവരെ വളർത്തിയ, അവരുടെ വൈജ്ഞാനികമായ സബര്യക്ക് ഭൂമിക ഒരുക്കി കൊടുത്ത പ്രദേശങ്ങളാണത്. SKSSF 25 കൊല്ലത്തെ അതിൻ്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഭൂതവും ഭാവിയും തമ്മിൽ കൈകോർത്ത് പിടിക്കുന്ന ഈ തൃശ്ശൂരിലെ സമ്മേളന നഗരിക്ക് പൊയ്പോയ കാലവും വരാൻ പോകുന്ന കാലവും തമ്മിൽ സന്ധിച്ചു നിൽക്കുന്ന
ഈ സംഗമ മുഹൂർത്തത്തിന് നാമകരണം ചെയ്യാൻ സമർക്കന്ത് എന്ന പദം തെരഞ്ഞെടുത്തു എന്നുള്ളത് വിജ്ഞാനത്തോട്, സംസ്കാരത്തോട്, അറിവിനോട് ഈ സംഘടനക്കുള്ള പ്രതിബദ്ധത ആ ഒറ്റ കാര്യത്തിലൂടെ തന്നെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. അറിവാണ് മോക്ഷം, അറിവാണ് മുക്തി, അറിവാണ് ക്ഷേമം, അറിവാണ് മുന്നോട്ട് നയിക്കുക. മുമ്പ് അങ്ങനെയായിരുന്നു, ഇനിയും അങ്ങനെയായിരുന്നു. ഈ സമൂഹത്തിൻ്റെ തുടക്കം നന്നായതുകൊണ്ടല്ലാതെ അതിൻ്റെ ഒടുക്കവും നന്നാവുകയില്ല എന്ന് മുഖ്ബിറെ സാദിഖ് മുഹമ്മദ് സാദിഖുൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുകയുണ്ടായി. ഒടുക്കം നന്നാകണമെങ്കിൽ തുടക്കം എങ്ങനെ നന്നായോ അത് പ്രകാരം, തുടക്കം എങ്ങനെ നന്നായോ തഖ്വ കൊണ്ട്, ഇൽമു കൊണ്ട്, ഇർഫാൻ കൊണ്ട്, അങ്ങനെയാണ് നന്നായത്. ഇനിയുള്ള കാലം നന്നാകണമെങ്കിലും അത് തന്നെ വേണം. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം അറിവിൻ്റെ ഒരു നക്ഷത്രത്തെ മാറോട് ചേർക്കാൻ. സമർക്കന്ത് ഒരു വാക്കല്ല, ഒരു സംസ്കാരമാണ്. സമർക്കന്ത് ഒരു പദമല്ല, ഒരാശയമാണ്, ഒരു തത്വമാണ്, ഒരു സിദ്ധാന്തമാണ്, ഒരു പ്രയോഗമാണ്. അത്തരം അറിവിൻ്റെ പ്രയോഗങ്ങളെ കൂടുതൽ അന്വർത്ഥമാക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല പ്രശ്നങ്ങൾ നേരിടുമ്പോൾ തീർച്ചയായും ഈ സംഘടന അച്ചടക്കമുള്ള സുശിക്ഷിതമായ ഒരു വിദ്യാർത്ഥി യുവജന സമൂഹത്തെ നിർമ്മിക്കാൻ അതിന് സാധിച്ചു. അതിന് ആദ്യ കാലഘട്ടം മുതൽ നേതൃത്വം കൊടുത്ത സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടന ഇന്ന് വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ ആ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക്, ആ പൊയ്പോയ ഇന്നലകളിലേക്ക് ഞാനും തിരിഞ്ഞു നോക്കുകയാണ്. SKSSFന്റെ രൂപീകരണ യോഗത്തിൽ സംസാരിച്ച വ്യക്തികളിൽ ജീവിച്ചിരിപ്പുള്ള ഏക വ്യക്തി ഞാനാണ് എന്നാണ് SKSSF പറയുന്നത്. എനിക്ക് പ്രായമായതുകൊണ്ടല്ല, അന്ന് അധികം ആളും അവിടെ സംസാരിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കണ്ടപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്തോ വലിയ മുത്താപ്പ, അങ്ങനല്ല സംഭവം. അന്ന് വളരെ കുറഞ്ഞ ആളുകൾക്ക് ആ ചരിത്ര മുഹൂർത്തത്തിൽ സംസാരിക്കാനുള്ള തഖ്ദീറുണ്ടായുള്ളൂ. ശംസുൽ ഉലമയുടെ നേതൃത്വത്തിൽ ശംസുൽ ഉലമ സംസാരിച്ചിരിക്കുന്ന ഒരു വേദിയിൽ അന്നൊന്നും അങ്ങനെ ഒരുപാട് ആൾ പ്രസംഗിക്കുന്ന പതിവില്ല. വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പ്രസംഗിക്കുക. ആ പണ്ഡിതന്മാരിൽ പലരും ഇഹലോകവാസം വെടിഞ്ഞുപോയി. അതുകൊണ്ട് അന്ന് സംസാരിക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ ഇതിൻ്റെ ഒറിജിൻ, ഇതിൻ്റെ ഉൽപ്പത്തിക്കാലം മുതൽ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഇപ്പോഴത്തെ ഇതിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ വളർച്ചയെ കൗതുകത്തോടെ നോക്കി നിന്ന ആളുകളിൽപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഈ സമ്മേളനം കാണുമ്പോൾ അന്ന് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നയിച്ചുവെങ്കിൽ ഇന്ന് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ എന്ന ഒരു പേര് മാറുന്നു എന്നല്ലാതെ നേതൃത്വത്തിൻ്റെ ചൂരോ മണമോ മാറുന്നില്ല, അതിൻ്റെ സ്വഭാവമോ പ്രകൃതമോ മാറുന്നില്ല. ആ രീതിയിലുള്ള വളർച്ചകളാണ്. ഞാനതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അത് പറയുകയാണെങ്കിൽ അത് തന്നെ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് സമയം വളരെ സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഈ വേദിയിൽ ശംസുൽ ഉലമയുടെ, കണ്ണിയത്ത് ഉസ്താദിൻ്റെ, കോട്ടുമല ഉസ്താദിൻ്റെ, KK അബൂബക്കർ ഹസ്രത്തിൻ്റെ ഒക്കെ, KV മുഹമ്മദ് മുസ്ലിയാരുടെ, KT മാന് മുസ്ലിയാരുടെ ഏറ്റവും അടുത്ത് ആ കണ്ണികളിൽ നിന്ന് പോയി മറഞ്ഞ കണ്ണി, അവരുടെയൊക്കെ മഹത്തായിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ, CH ഹൈദരോസ് മുസ്ലിയാർ, നാട്ടിക മൂസ മൗലവി, എത്രയെത്ര, അങ്ങനെ അതിൽ എണ്ണി പറയാൻ പലരുമുണ്ട്. അവരുടെയൊക്കെ മടിയിൽ അവർ വാത്സല്യത്തോടെ ലാളിച്ച് വളർത്തിയ പ്രസ്ഥാനമാണ് ഇന്ന് 25 വയസ്സുള്ള ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനായി നിറയൗവനത്തോടെ എല്ലാവിധ പ്രസരിപ്പോടെ രാജ്യത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ
സമൂഹത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ലോകത്താകെ മാനവരാശി അഭിമുഖീകരിക്കുന്ന ഈ സമയത്ത് അതിനെ നേരിടാനുള്ള കരുത്തും ഊർജവും ആർജവവും പ്രകടിപ്പിക്കുക എന്നത് തന്നെയായിരിക്കണം ഇതുപോലുള്ളൊരു സമ്മേളനം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. മതം എന്താണ്, മതം എന്തായിരിക്കണം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വലിയ വിചിന്തനങ്ങൾ ലോകത്ത് നടക്കുന്ന കാലമാണ്. മതം എന്താണ് എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം മതം എന്തല്ല എന്നും കൂടി പഠിപ്പിച്ചു കൊടുക്കേണ്ട വളരെ സന്നിഗ്ധതയുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. മനുഷ്യന് ഇന്ന് ഏറ്റവും ആവശ്യം എന്താ? ഒരുപാട് കാര്യങ്ങൾ മാനവരാശി നേടിയെടുത്തു. ഈ 2015 നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പഴയ കാലമല്ല, ഒക്കെ ഇരിക്കട്ടെ, SKSS പിറവിയെടുക്കുന്ന 25 കൊല്ലം മുമ്പുള്ള ആ കാലഘട്ടം. അന്നത്തെ കേരളമല്ല ഇന്നത്തെ കേരളം, അന്നത്തെ തൃശ്ശൂരല്ല ഇന്നത്തെ തൃശ്ശൂർ, അന്നത്തെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ, അന്നത്തെ ലോകമല്ല ഇന്നത്തെ ലോകം. അടിമുടി മാറ്റം മാറ്റം മാറ്റം. മാറ്റപ്പെടാത്ത എന്തെങ്കിലും ഈ ലോകത്തുണ്ടെങ്കിൽ അത് മാറ്റമാണ്. അതിന് മാറ്റമില്ല, അത് നടന്നുകൊണ്ടേയിരിക്കും എന്ന് വിവരമുള്ളവർ പറഞ്ഞ പോലെ വലിയ മാറ്റങ്ങൾ രാജ്യത്തും ലോകത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ മാറ്റങ്ങളുടെ മധ്യേ ആശ്വാസത്തിന്റെ തുരുത്താകാൻ, മാർഗദർശനം നൽകാൻ, സമൂഹത്തെ പുതുക്കിപ്പണിയാൻ യുവശക്തിക്ക് സാധിക്കണം, വിദ്യാർത്ഥി ശക്തിക്ക് സാധിക്കണം. പുതിയ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ കഴിയണം. പഴയ ചെറുപ്പക്കാരെയല്ല അഭിസംബോധന ചെയ്യുന്നത്, പഴയ വിദ്യാർത്ഥി സമൂഹത്തെയല്ല. ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ സംഘടനയുടെ കൊടിയേന്താൻ 25 വർഷം മുമ്പ് അതിന് നേതൃത്വം നൽകാൻ രംഗത്ത് വരുമ്പോ തങ്ങൾക്ക് തന്നെ എത്ര പ്രായം കുറവായിരിക്കണം? ആലോചിച്ചു നോക്കൂ. അങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമ്മളും തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞു, ഞാൻ ആ യോഗത്ത് പങ്കെടുത്തു. അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ രീതിയിലുള്ള സംഗതികൾ ജീവിതത്തിലും ആയുസ്സിലും ജീവിത പരിസരത്തിലും നമ്മളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മഹത്തായ സംഘടന നീതിബോധത്തിന്റെ നിതാന്ത ജാഗ്രത, അഭിവന്ദനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഈ പ്രമേയവുമായി, മുദ്രാവാക്യം എന്ന് ഞാൻ പറയൂല, ഈ പ്രമേയവുമായി, മുദ്രാവാക്യം എന്നൊക്കെ പറയുമ്പോൾ അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു പോകും. അതിനേക്കാളൊക്കെ ആഴത്തിലുള്ളതാണ് ഇത്തരം സംഗതികളുടെ സ്വാധീന ശക്തി. ഈ പ്രമേയവുമായി സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ കേരളക്കരയിലുടനീളം സഞ്ചരിക്കുകയും ജനപഥങ്ങൾ തങ്ങളെ ആർദ്രവുമായി സ്വീകരിക്കുകയും ചെയ്തത് ഇത്തരം ആശയങ്ങളോടുള്ള സമൂഹത്തിന്റെ ദാഹം കൊണ്ടാണ്. സമൂഹം നീതി, കരുണ, മനുഷ്യത്വം ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. മനുഷ്യത്വം മതമായാലും രാഷ്ട്രീയമായാലും കലയായാലും സാഹിത്യമായാലും മറ്റെന്തൊക്കെയോ ആകട്ടെ, അതിൽ നിന്നൊക്കെ മാനവരാശി പ്രതീക്ഷിക്കുന്നത് ഒരിത്തിരി മനുഷ്യത്വമാണ്. മനുഷ്യത്വമില്ലാത്ത ഒന്നിനെയും ലോകം ഉൾക്കൊള്ളുകയില്ല. എന്തോ ആയിക്കോട്ടെ, മനുഷ്യത്വമില്ലാത്ത മതം, മനുഷ്യത്വം മതത്തിനൊരിക്കലും മനുഷ്യത്വമില്ലാതിരിക്കില്ല. മതം ഊട്ടപ്പെട്ടത് തന്നെ മനുഷ്യത്വത്തിലാണ്. കാരുണ്യമാണ്, സ്നേഹമാണ് മതം. ഏത് മതമെടുത്താലും അതിൻ്റെ മൗലിക ഭാവം സ്നേഹമാണ്, മൈത്രിയാണ്, സാഹോദര്യമാണ്, കരുണയാണ്. കരുണ കരുണ കരുണ. ഏത് മതത്തിന്റെ ചരിത്രം, ഏത് മത നേതാവിന്റെ ചരിത്രം വായിക്കട്ടെ, അതിനാരും മതത്തിന്റെ തത്വങ്ങൾ ജീവിതത്തിൽ പകർത്താനല്ല, അതിന്റെ പേരിൽ ഹാലളകാനാണ് ചിലർക്ക് താല്പര്യം. അതിന്റെ പേരിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാനാണ് ചിലർക്ക് താല്പര്യം. അത് ലോകത്ത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. അതുകൊണ്ട് മതം കാരുണ്യമാണ്,
എന്നുള്ള വിശ്വസത്യത്തെ ലോകത്ത് അമർത്തി പറയാനും ഊന്നി പറയാനും പുതിയ വിദ്യാർത്ഥി യുവജന ശക്തിക്ക് സാധിക്കണം. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകം ഇമ്പമാർന്ന പേരിട്ട്, ഖുർആൻ ഇമ്പമാർന്ന പേരിട്ട് വിളിച്ചു. ഇന്നാ അർസൽനാക ഷാഹിദ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ബിഇദ്നില്ലാഹി വസിറാജൻ മുനീറ ഒക്കെ പേരിട്ട് വിളിച്ചു. വളരെ അത്ഭുതകരമായ ഒരു വിശേഷണം ഖുർആൻ പുണ്യ റസൂലിന് നൽകി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകങ്ങൾക്ക് മുഴുവൻ കാരുണ്യമായിട്ടല്ലാതെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അവിടുത്തെ നാം നിയോഗിച്ചിട്ടേയില്ല, കരുണയാണ്. കൊച്ചുകുട്ടികൾക്ക്, മുതിർന്നവർക്ക്, മാതാപിതാക്കൾക്ക് ലോകത്ത് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം കാരുണ്യം നിഷേധിക്കപ്പെട്ട കുഞ്ഞുമക്കൾ, കാരുണ്യം നിഷേധിക്കപ്പെട്ട മാതാപിതാക്കൾക്ക് പാർക്കാൻ മക്കൾ വൃദ്ധസദനം നൽകി. ഈ മാതാപിതാക്കൾ പണിതുയർത്തിയ വീടുകളിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ അവിടെ കിടന്ന് മരിക്കാൻ വൃദ്ധ ദമ്പതികളായ മാതാപിതാക്കളെ സമ്പന്നരായ, വിദ്യാസമ്പന്നരും ഭൗതിക സമ്പന്നരുമായ മക്കൾ അനുവദിക്കില്ല. പാവപ്പെട്ട പിതാവിന്, താതന് ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, അന്ത്യശ്വാസം വലിക്കുമ്പോൾ ഞാൻ പടുത്തുയർത്തിയ വീട്ടിൽ കിടന്ന് മരിക്കണം. അതിനു മാത്രം മക്കൾ അനുവദിക്കില്ല. ആശുപത്രിയിൽ പോയി കിടന്നോ, വേണമെങ്കിൽ നഴ്സിനെ വെച്ച് തരാം, വേണമെങ്കിൽ ഒരു മെയിൽ നഴ്സിനെ വെച്ച് തരാം, മാസാന്തം ചെക്ക് തരാം, ഡ്രാഫ്റ്റ് അയച്ചു തരാം, ചികിത്സയുടെ എല്ലാ ചെലവും ഏറ്റെടുക്കാം. പക്ഷേ നിങ്ങളുടെ ഈ ഞരക്കവും മൂളക്കവും SSLCക്ക് പഠിക്കുന്ന എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വിഘ്നം വരുത്തും. ദൈവമേ, ഇത്ര വലിയ കാരുണ്യ നിഷേധം! അതാണ് ലോകം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ലോകം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തൊഴിലില്ലായ്മ ഇന്നുണ്ട്. ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആഫ്രിക്കയിൽ അഭയാർത്ഥി ക്യാമ്പിൽ പോലും പട്ടിണി കിടന്ന് ഓമന മക്കൾ മരിച്ചു വീഴുന്നത് അറിയാത്ത ഒരാളല്ല ഞാൻ. എന്നാലും ഞാൻ പറയും, ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യവുമല്ല, ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം നിരക്ഷരതയുമല്ല. ഒരക്ഷരം കൂട്ടിച്ചേർത്ത് വായിക്കാൻ അറിയാത്ത ഒരുപാട് ജനങ്ങൾ ലോകത്തുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ. പിന്നെ എന്താ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം? സ്നേഹശൂന്യതയാണ്. അത് നൽകാൻ മതത്തിന് കഴിയണം. അത് നൽകാൻ ഒരു ധാർമ്മിക സമൂഹത്തിന് സാധിക്കണം. കരുണ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയണം. കാരുണ്യം പ്രസരിപ്പിക്കാൻ കഴിയണം. കരുണയുടെ റിസർവോയറായി മാറാൻ SKSSFന്റെ പ്രവർത്തകർ അടക്കം, നമ്മളൊക്കെ അടക്കം തയ്യാറാകുന്നതിന് വേണ്ടിയാണ് ലോകം ദാഹിക്കുന്നത്. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല, കുഞ്ഞുങ്ങളാണല്ലോ ഇന്ന് ലോകത്തെ ഇരയാകുന്നത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മുതിർന്നവരുടെ പക തീർക്കാൻ കുഞ്ഞുങ്ങളെ വകവരുത്തുക, ഇതിനേക്കാൾ വലിയൊരു സംസ്കാര ശൂന്യത ലോകത്തുണ്ടോ? മുതിർന്നവർക്ക് പരസ്പരമുള്ള കണക്ക് തീർക്കാൻ പിഞ്ചോമനകളെ കരുക്കളാക്കുക, കൂട്ടത്തോടെ വെടിവെച്ച് കൊന്നിട്ടോ? അതവിടെ ഇരിക്കട്ടെ. സ്വന്തം മാതാപിതാക്കൾ വീട്ടിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതാണ് അടുത്ത കാലത്തായിട്ട് മലയാള മാധ്യമങ്ങളിൽ നിറയുന്ന വലിയൊരു വാർത്ത. സ്വന്തം മാതാപിതാക്കൾ സ്വന്തം കുടുംബത്തിൽ കുഞ്ഞിന് പട്ടടയൊരുക്കുന്ന, സ്വന്തം വീട്ടിൽ തെരുവിലല്ല, ചുടുവെള്ളം മേലേക്കൊഴിക്കുന്ന, കത്തി പഴിപ്പിച്ചു വെക്കുന്ന, 18 വയസ്സാകാത്തതുകൊണ്ട്, വോട്ടവകാശമില്ലാത്തതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഓമന മക്കളുടെ രോദനം കേൾക്കാൻ തയ്യാറല്ല. രാഷ്ട്രീയ പാർട്ടി കേൾക്കണമെങ്കിൽ 18 വയസ്സാവണം. വോട്ടില്ലെങ്കിൽ വോട്ടില്ലാത്തവർക്ക് വിലയില്ല. കുഞ്ഞുങ്ങൾക്ക് എന്ത് വില? അവർക്ക് വോട്ടവകാശം ലഭിക്കാൻ ഇനി എത്ര വേണം? അവരെങ്ങനെ അവരുടെ വിഷയം അവതരിപ്പിക്കും? ആരോട് പറയും? ഞാൻ നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുന്നു. എല്ലാ സ്കൂളിലും പരാതിപ്പെട്ടി വെക്കാൻ നമ്മൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. ഓമന മക്കളുടെ പരാതി അവർ പെട്ടിയിലിടട്ടെ.
പരാതി പറയാൻ പോലും അവർക്കിടമില്ലാത്തതാണ്. അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് സമർക്കന്ദിലെ ഈ സമ്മേളന വേദിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പരിശുദ്ധ റസൂൽ പ്രവാചക തിരുമേനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാരുണ്യത്തെ, കുഞ്ഞിനെ എടുത്തിട്ട് പുണ്യ റസൂൽ ഉമ്മ വെക്കുമ്പോൾ ഒരു ഗ്രാമീണനായ മനുഷ്യൻ കയറി വരുമ്പോൾ അയാൾ വിചാരിച്ചു ദൈവദൂതൻ എന്നൊക്കെ കേട്ടപ്പോൾ കുട്ടികളും മക്കളൊന്നും ഇല്ലാത്ത ഒരു ആത്മീയ വ്യക്തിത്വമായിരിക്കും, പർണശാല കെട്ടി പാർക്കുന്ന ആളായിരിക്കും. എന്ത് കുടുംബം, എന്ത് മക്കൾ, കുട്ടികളെ ചുംബിക്ക്, അതൊക്കെ സാധാ മനുഷ്യരുടെ സംഗതികളല്ലേ. ഒരു ദൈവദൂതൻ, എന്ത് കുഞ്ഞുമക്കൾ, എന്ത് ചുംബനം, ഓമന മക്കളെ മുത്തം വെക്കുന്നതൊക്കെ ഒരു ദൈവദൂതന്റെ പ്രകൃതത്തിൽപ്പെട്ടതാണോ? അയാൾക്ക് മനസ്സിലായില്ല. അത്ഭുതപ്പെട്ടുകൊണ്ട് അയാൾ പരിശുദ്ധ ദൂതരോട് ചോദിച്ചു, അങ്ങ് കുഞ്ഞുങ്ങളെ ചുംബിക്കാറുണ്ടല്ലേ എന്ന്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു നിമിഷം, പരിശുദ്ധ റസൂലിനെ ഓർക്കുന്ന ഒരു നിമിഷം ഈ ലോകത്ത് 1000 ആണ്ടുകളേക്കാൾ വിലപ്പെട്ടതാണ്. 1000 ആണ്ടുകളേക്കാൾ വിലപ്പെട്ടതാണ്. ഒരു നേരം അവിടുത്തെ ഓർക്കുന്ന ഒരു നേരം, ഒരു സ്വലാത്ത് ചുണ്ടിൽ വന്ന് അറിയാതെ ചുണ്ടുകൾക്ക് പ്രകാശമായി, നാവിൽ തേൻതുള്ളിയായി, കൽബിൽ വസന്തമായി ഒരു സ്വലാത്ത് വന്ന് നിൽക്കുന്ന നേരം, അതാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. തെരെ നാം പർ ഹോ ദറൂദ് ഭി, സകല സ്വലാത്തും അങ്ങയുടെ പേരിലാണ്. തെരെ നാം പർ ഹോ സലാം ഭി, സകല സലാമും അങ്ങയുടെ പേരിലാണ്. പരിശുദ്ധ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹേ ലുട്ടി ലുട്ടി മേരി സുബ്ഹ, ഹേ ബുജി ബുജി മേരെ ഷാം ഭി, ഞാൻ നേരം വെളുത്തുന്നതും എനിക്ക് നേരം വെളുക്കുന്നതും വൈകുന്നേരമാകുന്നതും അങ്ങയുടെ ഓർമ്മകളിലാണ് എൻ്റെ പരിശുദ്ധ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഉമ്മത്തിയുടെ വികാരമാണ്. ആ മഹബ്ബത്തും ഇത്തിബാഉമാണ് ലോകത്തിന്റെ വിജയത്തിലേക്കും മാനവരാശിയുടെ മോചനത്തിലേക്കുമുള്ള ഒരേ ഒരു മാർഗം. ആ പുണ്യ റസൂല് പഠിപ്പിച്ചിടത്തേക്ക് തിരിച്ചു പോകണം. ഞാൻ പറയട്ടെ, ഭൂതകാലത്തിന്റെ ദർപ്പണത്തിൽ ഭാവിയുടെ ചിത്രം വരക്കണം. ആ കഴിഞ്ഞുപോയ ഇന്നലകളെ തിരിച്ചു പിടിക്കണം. അതിൻ്റെ ആത്മാവിലേക്ക് തീർത്ഥയാത്ര പോകണം. അങ്ങ് കുഞ്ഞുങ്ങളെ ചുംബിക്കാറുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോ ഒരു മറുചോദ്യമാണ് തിരിച്ചു ചോദിച്ചത്. അത്ഭുതകരമാണ് ആ മറുചോദ്യം. ഇന്ന് ലോകത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാൻ ചുംബിക്കാറുണ്ട്, കുഞ്ഞുങ്ങൾ അങ്ങനെയാണെന്നൊന്നും പറഞ്ഞില്ല പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദ്യത്തിന് മറുപടി ഉത്തരമായിരുന്നില്ല, ഒരു മറുചോദ്യമായിരുന്നു. ഹൃദയത്തിൽ കാരുണ്യമില്ലാഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്ന് പുണ്യ റസൂൽ തിരിച്ചു ചോദിച്ചു. അങ്ങ് കുഞ്ഞുങ്ങളെ ചുംബിക്കാറുണ്ടല്ലേ എന്നൊരു ദൈവദൂതനോട് ചോദിക്കുമ്പോ ഹൃദയത്തിൽ കാരുണ്യമില്ലാഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്ന് തിരിച്ചു ചോദിക്കുന്ന പരിശുദ്ധ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അവിടുത്തെ കാൽക്കൽ ലോകം ദണ്ഡമാകട്ടെ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രസംഗപീഠത്തിൽ കയറി, മിമ്പറിൽ കയറിയിട്ട് ആളുകൾ ഉറ്റുനോക്കുകയാണ്. ലോകാവസാനം വരെ ജനങ്ങൾക്ക് പഠിക്കേണ്ട വലിയ തത്വങ്ങളാണ്. ഒമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഈ പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നതൊക്കെ വഹിയാണ്. ഖുർആൻ മാത്രമല്ല, പുണ്യ റസൂൽ ഉച്ചരിച്ചതൊക്കെ വഹിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജനങ്ങൾ എത്ര ആകാംക്ഷയോടെ ഉറ്റുനോക്കി. അങ്ങനെ മിമ്പറിൽ കയറിയപ്പോഴാണ് ഒരു കുട്ടി സദസ്സിന്റെ മുമ്പിലൂടെ ഓടിക്കളിക്കാൻ വന്നത്. കുട്ടി കരഞ്ഞൂടാ, കുട്ടി കൗതുകത്തോടെ വന്നു. പരിശുദ്ധ മുഹമ്മദാണ് മിമ്പറിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മിമ്പറിൽ നിന്നിറങ്ങി പ്രസംഗം വേണ്ടെന്ന് വെച്ചു. പ്രവാചക തിരുമേനി കുഞ്ഞിനെ വാരിയെടുത്തുമ്മ വെച്ചു. കുട്ടി ഓടിപ്പോയി. പ്രസംഗം തുടരാൻ വേണ്ടി മിമ്പറിൽ കയറിയപ്പോൾ കുട്ടി കൗതുകത്തോടെ പിന്നെയും പാഞ്ഞു വന്നു. പിന്നെയും പ്രസംഗം നിർത്തിവെച്ച് വന്നു, കുഞ്ഞിനെ വാരിയെടുത്തുമ്മ വെച്ചു. മൂന്നാമതും പ്രസംഗം തുടരാൻ പോകുമ്പോ മൂന്നാമതും കുഞ്ഞോടി വന്നപ്പോ
മിമ്പറിൻ്റെ ഓരോ പടവുകളും മെഹ്റാജിൽ ഏതൊരു പാദങ്ങളാണോ ലൗഹും കലമും പ്രപഞ്ചത്തിൻ്റെ തലപ്പത്തോളം അലാ ഫൗഖി റഅ്സി ഹാദൽ കൗനി നഅലു മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പടവുകൾ ഇറങ്ങി വന്ന് കുഞ്ഞിനെ മൂന്നാമതും എടുത്തുമ്മ വെച്ചു. ഇന്ന് ലോകത്ത് കുഞ്ഞുങ്ങൾക്കുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രം കാണുമ്പോൾ ഇതൊക്കെ ലോകത്തോട് പറയേണ്ടിയിരിക്കുന്നു. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മതത്തിൽ വിശ്വസിച്ചുകൊണ്ടൊരു മതേതരത്വമുണ്ട്. മതത്തിൻ്റെ ഒരു മതേതരത്വം, മതാത്മകമായ ഒരു മതേതരത്വം. എന്താണത്? എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന സാഹോദര്യം, എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന സ്നേഹം, എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന മൈത്രി. അതിൻ്റെ വലിയൊരു മാതൃക ഇന്ത്യ കണ്ടു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, അടിയുറച്ച മതവിശ്വാസി, സനാതന ഹിന്ദു. പക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മതേതരവാദി, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം സ്നേഹിയും. ഇതൊക്കെ കൂടി ഒരാളിൽ ചേരുവോ? ഹിന്ദു ആവുക, മുസ്ലിം സ്നേഹിയാവുക, വിശ്വാസിയായിക്കൊണ്ട് മതേതരവാദിയാവുക. എങ്കിൽ അതാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യക്കെന്നല്ല ലോകത്തിന് കാട്ടിക്കൊടുത്ത മഹനീയ മാതൃക. ആ ഗാന്ധി മരിക്കുന്നില്ല, ഗാന്ധി എങ്ങും പോകുന്നില്ല. ഡൽഹിയിൽ അടുത്ത കാലത്ത് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ എല്ലാവരും അന്തം വിട്ടു നിന്നു. പലതും കടപുഴകി, പലതും കൂലം കുത്തി ഒലിച്ചുപോയി. ഞാൻ പറയുന്നു, ഗാന്ധിജിയുടെ ഹൃദയമന്ത്രമാണ് ഡൽഹിയിൽ ആ തെരഞ്ഞെടുപ്പ് വിധിയിലൂടെ ലോകം കണ്ടത്. ഗാന്ധി എങ്ങും പോയിട്ടില്ല. ഗാന്ധി നിലനിൽക്കുകയാണ്, ഗാന്ധി നിലനിൽക്കേണ്ടതാണ്. ആ ഗാന്ധിജി മാത്രമല്ല, ഇവിടുത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർ മതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വർഗീയതക്കെതിരെ പോരാടിയ, ഞാൻ അവരുടെ പേരൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ മൗലാന ഹുസൈൻ അഹമ്മദ് മദനിയെ പോലെ ഒറ്റ പേര് പറഞ്ഞാൽ മതവിശ്വാസിയാണ്, മഹാപണ്ഡിതനാണ്, മതേതരവാദിയാണ്, കടുത്ത രാജ്യസ്നേഹിയാണ്. സൈനുദ്ദീൻ മഖ്ദൂമിനെ പോലെ കേരളത്തിലെ ഏറ്റവും നല്ല മാതൃക മഖ്ദൂം ആ മാതൃകയാണ്. ആ മാതൃക സൈനുദ്ദീൻ മഖ്ദൂം പറങ്കികൾക്കെതിരെ പോരാടാൻ മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ടപ്പോ കേരളത്തിലെ മുസ്ലിങ്ങളോട് സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞത് സാമൂതിരിയുടെ പിറകിൽ പോയി നിന്ന് പറങ്കികളെ നേരിടൂ എന്നാണ്. സാമൂതിരിയാണ് നേതാവ്. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ, ബഹുസ്വരതയുടെ, ബഹുത്വത്തിന്റെ, നാനാത്വത്തിന്റെ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാവുക. ലോകം നിലനിൽക്കണമെങ്കിൽ, മാനവരാശി നിലനിൽക്കണമെങ്കിൽ ബഹുസ്വരത നിലനിൽക്കണം. എല്ലാ സ്വരങ്ങളും മുഴങ്ങട്ടെ, എല്ലാ മുദ്രകളും നിലനിൽക്കട്ടെ, എല്ലാ നിറങ്ങളും ഇവിടെ ശോഭിച്ചു നിൽക്കട്ടെ. അങ്ങനെയുള്ള ഒരു നല്ല നാളെ നിർമ്മിക്കുന്നതിന് ലോകം അണിചേരുന്ന ഈ സമയത്ത് SKSSFന്റെ 25 കൊല്ലത്തെ മഹനീയ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന SKSSF എന്ന സംഘടന ധന്യമാണ്. അതിൻ്റെ പൂർവ്വകാല നേതാക്കൾ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, അബ്ദുൽ ഹമീദ് ഫൈസിയോ, അബ്ദുൽ നാസിർ ഫൈസിയോ, മുസ്തഫ ഫൈസിയോ അടക്കം അവരൊക്കെ ഇവിടെ യുവസമൂഹത്തിന് മുമ്പിൽ ധൈഷണികമായ ഒരു ഉണർവുണ്ടാക്കാൻ അവരൊക്കെ നൽകിയ നേതൃത്വം ഈ സംഘടനക്ക് അഭിമാനമാണ്. ഇനിയും അത് നിലനിർത്തി പുതിയ ഒരു യുവത, പുതിയ ഒരു ധാർമ്മിക പടയണി, ഒച്ചവെക്കാത്ത, ബഹളമുണ്ടാക്കാത്ത, കുഴപ്പം സൃഷ്ടിക്കാത്ത, സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെ പറത്തുന്ന ഒരു വലിയ പടയണി, മനുഷ്യത്വത്തിൻ്റെ പടയണി. അതിനു വേണ്ടിയുള്ള ഈ ജൈത്രയാത്ര കൂടുതൽ വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് അതിൻ്റെ പ്രയാണം തുടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളെയൊക്കെ കാണാൻ ഈ ചരിത്ര മുഹൂർത്തത്തിൽ എനിക്കും ഇവിടെ വരാനും ഇതിൽ പങ്കാളിത്തം വഹിക്കാനും അവസരമുണ്ടായതിലുള്ള കൃതാർത്ഥത രേഖപ്പെടുത്തിക്കൊണ്ട്, സമർക്കന്ദിൽ നിന്ന് ഉയരുന്ന പ്രഭാതം തൃശ്ശൂരെ ഈ പാടത്തു നിന്നല്ല, സമർക്കന്ദിൽ നിന്ന് ഉയരുന്ന ഈ പ്രഭാതം, ഈ സൂര്യോദയം, ഇതിൻ്റെ കിരണങ്ങളിൽ
ഒരുപാട് കോടികളുടെ ഹൃദയങ്ങൾ ശോഭിച്ചു നിൽക്കട്ടെ, പുതിയ വെളിച്ചം ഇവിടെ നിന്ന് ചിറകടിച്ചുയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും.